നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക്. തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ആവേശ കൊടുമുടി കയറും. സർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് മുടങ്ങി. മസ്റ്ററിംഗിൽ തടസ്സം നേരിട്ടത് ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ നടക്കാത്തതിനാൽ. വ്രതവിശുദ്ധിയുടെ നിറവിൽ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ പ്രാർത്ഥനാമുഖരിതമായി. പള്ളികളിലെത്തിയ വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവിക മാർഗത്തിൽ സമർപ്പിച്ച് ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകി. കാസർഗോഡ് ജില്ലയിൽ ആശങ്ക ഉയർത്തി മുണ്ടിവീക്കം പടരുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സംയുക്ത പരിശോധന നടത്തി ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും. പരിശോധന പെരിയ കേന്ദ്ര സർവകലാശാലയിൽ. കുമ്പള പോലീസ് സ്റ്റേഷനിൽ ജലവിതരണം തടസ്സപ്പെട്ടു. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനാകാതെ ദുരിതത്തിലായി പോലീസുകാർ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക്. തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതോടെ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആവേശ കൊടുമുടി കയറും. കാത്തിരിപ്പിന് വിരാമമാകുന്നു. ഇനി എല്ലാ കണ്ണുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പ്രഖ്യാപിക്കും. ഒഡീഷ, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ വോട്ടെടുപ്പും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. ജമ്മു കാശ്മീരിലെ വോട്ടെടുപ്പും ആലോചിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ഏപ്രിൽ 11-ന് തുടങ്ങി മെയ് 19 വരെ 7 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. മെയ് 23-ന് ഫലപ്രഖ്യാപനവും നടത്തി. ഇക്കുറിയും 5 ഘട്ടങ്ങളിലധികമായി വോട്ടെടുപ്പ് നടത്താനാണ് ആലോചന. പ്രഖ്യാപനം നടത്തി 60 ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം. പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചുമതലയേറ്റതോടെയാണ് പ്രഖ്യാപനത്തിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷൻ കടന്നത്. ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും ഇന്നാണ് ചുമതലയേറ്റത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ സാന്നിധ്യത്തിലാണ് ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റത്. നിർണായക സമയത്താണ് ഇരുവരും ചുമതലയേൽക്കുന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണ സജ്ജമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. പുതിയ കമ്മീഷണർമാർ ചുമതലയേറ്റതിനു പിന്നാലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനും തീയതി തീരുമാനിക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ആദ്യഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങളിലെ ഒരുക്കങ്ങൾ വീണ്ടും വിലയിരുത്തും. തെരഞ്ഞെടുപ്പ് തീയതി ആകുന്നതോടെ BJPയും കോൺഗ്രസും മറ്റു പാർട്ടികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി കളം നിറയും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് മുടങ്ങി. ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ നടക്കാത്തതിനാണ് മസ്റ്ററിംഗിൽ തടസ്സം നേരിട്ടത്. നിലവിലെ സർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് റേഷൻ വ്യാപാരികൾ. റേഷൻ വിതരണം ഇന്നു മുതൽ 3 ദിവസത്തേക്ക് മാറ്റിവെച്ചാണ് മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചത്. റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയെങ്കിലും ഇത് മുടങ്ങുകയായിരുന്നു. ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ നടക്കാത്തതിനാണ് മസ്റ്ററിംഗിൽ തടസ്സം നേരിട്ടത്. പിന്നാലെ റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലിന്റെ അറിയിപ്പെത്തി. അരി വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടത്തിയാൽ സാങ്കേതിക പ്രശ്നമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. മഞ്ഞ നിറമുള്ള കാർഡുകാർക്ക് സാധ്യമായാൽ മസ്റ്ററിംഗ് നടത്താമെന്നും അദ്ദേഹം അറിയിച്ചു. ഇപ്പോഴത്തെ സർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ലെന്ന് AKRRDA ജില്ലാ സെക്രട്ടറി C ബാലകൃഷ്ണ ബല്ലാൾ KCN ന്യൂസിനോട് പറഞ്ഞു. നമ്മൾ മന്ത്രിയായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ ശരിയാവും എന്നതാണ് പറഞ്ഞത്. എന്നാൽ അവസാനം DCSന് തീരുമാനമുണ്ടായി. ഇതുവരെ BPL കാർഡിനൊന്നും മത്സരം നടത്താൻ പറ്റില്ല, AY കാർഡ് മാത്രം നടത്തുന്നതാണ് എന്ന് ഒരു പ്രഖ്യാപനം കൂടി വന്നപ്പോൾ ബാക്കിയുള്ള റേഷൻ കാർഡുകാരെ തിരികെ അയക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരുടെ എല്ലാ ചീത്തവിളിയും കേട്ടുകൊണ്ട് അതുവരെ 12 മണി കട അടക്കാതെ കാത്തിരിക്കുകയും ഒരു വ്യക്തിക്ക് പോലും മസ്റ്റി നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ പലരും പിരിഞ്ഞു പോവുകയും ചെയ്തു. ഈ ഒരു അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം എന്നാൽ 14 ജില്ലകളിലായി 7 ജില്ലകളിൽ ഉച്ചയ്ക്ക് രാവിലെയും 7 ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷവും എല്ലാ സംവിധാനം നിർത്തിക്കൊണ്ട് ഈ മസ്റ്ററിംഗ് മാത്രം നടത്തുക എന്നത് മാത്രമാണുള്ളത്. എല്ലാ സംവിധാനവും മാറ്റിക്കൊണ്ട് പുതിയ സർവർ സ്ഥാപിച്ചുകൊണ്ട്
അതിന് വേണ്ട ഒരു ദിവസം തിരഞ്ഞെടുത്ത് പൊതുജനങ്ങളെയും റേഷൻ വ്യാപാരികളെയും ബുദ്ധിമുട്ടിക്കുന്ന ഈ നിലപാടിൽ നിന്ന് സർക്കാർ മാറണമെന്ന് വിനീതം അഭ്യർത്ഥിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പല റേഷൻ കടകളിലായി നൂറുകണക്കിന് ആളുകളാണ് മസ്റ്ററിംഗ് നടത്തുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. മസ്റ്ററിംഗ് മുടങ്ങിയത് ഇവർക്കും റേഷൻ വ്യാപാരികൾക്കും ഒരുപോലെ ദുരിതമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വ്രതവിശുദ്ധിയുടെ നിറവിൽ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ പ്രാർത്ഥനാമുഖരിതമായി. പള്ളികളിലെത്തിയ വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവിക മാർഗത്തിൽ സമർപ്പിച്ച് ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകി. വ്രതവിശുദ്ധിയുടെ നിറവിൽ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ പ്രാർത്ഥനാ നിർഭരമായി. 5-ാം നോമ്പിനാണ് ആദ്യ വെള്ളി എത്തിയത്. ജുമാ നമസ്കാര സമയത്തിന് വളരെ മുൻപ് തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവിക മാർഗത്തിൽ സമർപ്പിച്ച് ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഖരിതമാകുന്ന കാഴ്ചയാണ് ചരിത്ര പ്രാധാന്യമുള്ള തളങ്കര മാലിക് ദിന മസ്ജിദിൽ കാണാൻ സാധിച്ചത്. ഐശ്ചിക നിസ്കാരം വർദ്ധിപ്പിച്ചും ഖുർആൻ പാരായണം നടത്തിയുമാണ് വിശ്വാസികൾ ആദ്യ വെള്ളിയാഴ്ചയെ ധന്യമാക്കിയത്. ജുമാ നിസ്കാര ശേഷം പള്ളികളിൽ ഉദ്ബോധന പ്രസംഗവും നടന്നു. റമദാനിന്റെ ചൈതന്യം ജീവിതത്തിൽ പകർത്തേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും ഇമാമുമാർ ബോധിപ്പിച്ചു. റമദാനിലെ ആദ്യ 10 ദിനങ്ങൾ കാരുണ്യത്തിന്റെ സവിശേഷ ദിനങ്ങളാണ്. പാപമോചനം, നരകമോചനം എന്നിവയുടെ 10 നാളുകളാണ് തുടർന്നുള്ള ദിനങ്ങൾ. റമദാൻ 17 ബദർ ദിനമാണ്. 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ലൈലത്തുൽ ഖദ്ർ റമദാനിലെ അവസാന 10-ൽ പ്രതീക്ഷിക്കുന്നു. പള്ളികളിൽ വചനമിരുന്നും ഖുർആൻ പാരായണത്തിൽ മുഴുകിയും റമദാൻ ദിനങ്ങളെ അർത്ഥപൂർണമാക്കുകയാണ് വിശ്വാസികൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇഫ്താർ വിരുന്നുകൾ, ആത്മസംസ്കരണ പരിപാടികൾ തുടങ്ങിയവയാൽ ഇനിയുള്ള ദിനങ്ങൾ സജീവമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ആശങ്ക ഉയർത്തി മുണ്ടിവീക്കം രോഗം പടരുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ മാസം 2505 മുണ്ടിവീക്ക വൈറൽ അണുബാധ കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാർച്ച് 10-ാം തീയതി മാത്രമായി 190 മുണ്ടിവീക്കം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലകളിൽ കാസർഗോഡും ഉൾപ്പെടുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുണ്ടിവീക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാംദാസ് AV അറിയിച്ചു. മുണ്ടിനീര്, മുണ്ടിവീക്കം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ രോഗം പാരമിക്സോവെറിഡ വിഭാഗത്തിലെ വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. വായുവിലൂടെ പകരുന്ന രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത്. 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് രോഗം കൂടുതൽ ബാധിക്കുന്നതെങ്കിലും മുതിർന്നവരിലും കാണപ്പെടാറുണ്ട്. രോഗം കുട്ടികളെക്കാൾ ഗുരുതരമാകുന്നത് മുതിർന്നവരിലാണ്. വിശപ്പില്ലായ്മയും ക്ഷീണവും മറ്റും ലക്ഷണങ്ങളാണ്. പനി, വേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും വേണം. പ്രത്യേക ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ തലച്ചോറ്, വൃഷണം, അണ്ഡാശയം, ആഗ്നേയഗ്രന്ഥി, പ്രോസ്ട്രേറ്റ് എന്നീ ശരീരഭാഗങ്ങളെ രോഗം ബാധിക്കുന്നു. രോഗം തിരിച്ചറിയുമ്പോഴേക്കും മറ്റു പലരിലേക്കും പകർന്നിരിക്കും എന്നതിനാൽ മുണ്ടിനീര് പകരുന്നത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് മുണ്ടിനീര് കൂടുതൽ കാണപ്പെടുന്നത്. മുണ്ടിനീര് ബാധിക്കുന്നവർ രോഗത്തെ അവഗണിക്കുകയോ സ്വയം ചികിത്സ ചെയ്യുകയോ ചെയ്യാതെ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് വിദഗ്ധ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഗ്യാസ് സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തു. കാഞ്ഞങ്ങാട് സിറ്റി ഗ്യാസ് പദ്ധതിക്കായി കോട്ടപ്പാറയ്ക്കും നെല്ലിത്തറയ്ക്കുമിടയിൽ സ്ഥാപിച്ച ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ഗ്യാസ് സ്റ്റേഷനാണ് കമ്മീഷൻ ചെയ്തത്. കോട്ടപ്പാറ ഗെയിൽ വാൾവ് സ്റ്റേഷൻ മുതൽ നെല്ലിത്തറയിലെ ഗ്യാസ് സ്റ്റേഷൻ വരെ 700 മീറ്റർ 4 പൈപ്പ് ലൈനാണ് കമ്മീഷൻ ചെയ്തത്. ഗ്യാസ് സ്റ്റേഷനിൽ നിന്നാണ് വീടുകളിലേക്കും CNG പമ്പുകളിലേക്കും പ്രകൃതിവാതകം എത്തിക്കുക. ഇതോടെ ജില്ലയിൽ സുരക്ഷിതവും സുതാര്യവുമായ പ്രകൃതിവാതകത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുവാനായി. ഇപ്പോൾ പ്രവർത്തിച്ചുവരുന്ന ജില്ലയിലെ 4 CNG പമ്പുകളിലും ഇനി പ്രവർത്തനത്തിനൊരുങ്ങുന്ന 3 പമ്പുകളിലും CNG ക്ഷാമം ഇനിയുണ്ടാവില്ല. ആദ്യഘട്ടത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ, അജാനൂർ, മടിക്കൈ പഞ്ചായത്തുകളിലെ വാർഡുകളിൽ ഗ്യാസ് എത്തിക്കുവാനാണ് തീരുമാനം. ജില്ലയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഗ്യാസ് ലഭ്യമാക്കാനും കൂടുതൽ ഓൺലൈൻ CNG പമ്പുകൾ തുറക്കാനും ഇതോടെ കഴിയും. ഗെയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ S. മോവർ ഉദ്ഘാടനം ചെയ്തു. ചീഫ് ജനറൽ മാനേജർ ജോസ് തോമസ്, CGM മാർക്കറ്റിംഗ് രാജേഷ് സിൻഹ, ജനറൽ മാനേജർ വിപിൻ ചന്ദ്രൻ, ബേസ് ഇൻചാർജ് കണ്ണൂർ ജോർജ് ആന്റണി, അസിസ്റ്റന്റ് ജനറൽ മാനേജർ P. ജിതേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ സംയുക്ത പരിശോധന നടത്തി. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലായിരുന്നു പരിശോധന. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംയുക്ത പരിശോധന നടത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സ്ട്രോങ് റൂം സംവിധാനങ്ങളും പരിശോധിച്ചു. സബർമതി, ഗംഗോത്രി, കാവേരി, ബ്രഹ്മപുത്ര എന്നീ ബ്ലോക്കുകൾ പരിശോധിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ കേന്ദ്ര സർവകലാശാലയിൽ സൂക്ഷിക്കും. പോലീസ് സുരക്ഷാ പരിശോധനയും നടത്തി. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ്, RDOP ബിനുമോൻ, LA ഡെപ്യൂട്ടി കളക്ടർ നിർമ്മൽ, റീത്ത ഗോമസ്, LR ഡെപ്യൂട്ടി കളക്ടർ ജഗ്ഗി പോൾ, RR ഡെപ്യൂട്ടി കളക്ടർ പി ഷാജു, ഡെപ്യൂട്ടി കളക്ടർ പി അഖിൽ, ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാർ, ഇലക്ട്രിക്കൽ രജിസ്റ്റർ ഓഫീസർമാർ തുടങ്ങിയവർ കളക്ടറോടൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള പോലീസ് സ്റ്റേഷനിൽ ജലവിതരണം തടസ്സപ്പെട്ടു. ഇതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലും കഴിയാതെ ദുരിതത്തിലാണ് പോലീസുകാർ. സ്റ്റേഷൻ വളപ്പിലുള്ള കുഴൽക്കിണറിൽ നിന്നാണ് സ്റ്റേഷനിലേക്ക് വെള്ളമെടുത്തുകൊണ്ടിരുന്നത്. ഇത് തകരാറിലായതിനെ തുടർന്നാണ് കുമ്പള പോലീസ് സ്റ്റേഷനിൽ ജലവിതരണം തടസ്സപ്പെട്ടത്. 5 ദിവസമായി ജലവിതരണം തടസ്സപ്പെട്ടതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലും കഴിയാതെ പോലീസുകാർ ദുരിതത്തിലാണ്. മോട്ടോർ തകരാറിലായ വിവരം 5 ദിവസമായി പോലീസുകാർ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. മോട്ടോർ നന്നാക്കി ജലവിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സ്റ്റേഷനിലെ പോലീസുകാരുടെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി. നീലേശ്വരം നഗരത്തിൽ നിന്ന് ആരംഭിച്ച ഏകദിന പര്യടനം ചെറുവത്തൂരിൽ സമാപിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലം ഏകദിന റോഡ് ഷോയിലൂടെയാണ് ആദ്യഘട്ട പര്യടനം നടത്തിയത്. നീലേശ്വരം നഗരത്തിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പര്യടനത്തിന് തുടക്കമിട്ടത്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ പോയി തോർത്ത് വിരിച്ച് തെണ്ടേണ്ട അവസ്ഥയിലേക്ക് ഈ കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. അത്ര കണ്ട് സാമ്പത്തിക ദാരിദ്ര്യം. അതുകൊണ്ട് 2024 ഒരുപക്ഷെ ജനാധിപത്യത്തിൽ അവസാനത്തെ തെരഞ്ഞെടുപ്പാകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തിയിൽ രേഖപ്പെടുത്തി UDF സ്ഥാനാർത്ഥികളെ കേരളം മൊത്തം വിജയിപ്പിക്കണം. 20 സീറ്റിലും വിജയിപ്പിക്കണം. കോൺവെന്റ് ജംഗ്ഷൻ വരെ തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി റോഡ് ഷോ നടത്തി. ഉച്ചയോടെ മലയോര പഞ്ചായത്തുകളായ ഈസ്റ്റളേരി, വെസ്റ്റളേരി തുടങ്ങിയ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. വൈകുന്നേരം തീരദേശ പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് ഷോ നടത്തിയത്. നീലേശ്വരം നടന്ന സ്ഥാനാർത്ഥി പര്യടനത്തിൽ കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ, AGC ബഷീർ, മാമുനി രവി, KK രാജേന്ദ്രൻ, KV സുധാകരൻ, P കുഞ്ഞിക്കണ്ണൻ, EM കുട്ടി, KP പ്രകാശൻ, കരിമ്പിൽ കൃഷ്ണൻ, PK നസീർ, ലത്തീഫ് നീലഗിരി, രമേശൻ കരുവാച്ചേരി, മടിയൻ ഉണ്ണികൃഷ്ണൻ, K ഉമേശൻ, എറവാട്ട് മോഹനൻ, കാർത്തികേയൻ ഇരിയ, പ്രവാസ് ഉണ്ണിയാടൻ, E ഷജീർ, K കാർത്തിയായനി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കുന്നുങ്കൈ വഴി എത്തിച്ചേർന്ന MPക്ക് ഭീമനടിയിൽ സ്വീകരണം നൽകി. തുടർന്ന് നർക്കിലക്കാട് വഴി ചിറ്റാരിക്കലിലെത്തി. നല്ലോമ്പുഴ, കടുമേനി, മൗക്കോട് വഴി ഉച്ചകഴിഞ്ഞാണ് പെരുമ്പട്ടയിൽ എത്തിച്ചേർന്നത്. കാക്കടവ് വഴി ചീമേനിയിലെത്തിയ UDF സ്ഥാനാർത്ഥിയെ ടൗണിൽ സ്വീകരിച്ചു. തുടർന്ന് പിലിക്കോട്, കാലിക്കടവിലും ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. വൈകുന്നേരം തൃക്കരിപ്പൂർ ടൗണിൽ സ്വീകരണം നൽകി. വലിയ പറമ്പിലേക്ക് ഇടയിലക്കാട് വഴി കടന്ന് മാവിലാക്കടപ്പുറത്ത് സ്വീകരണവും നടന്നു. പടന്ന മൂസ ഹാജിമുക്കിലും സ്വീകരണം നടന്നു. വൈകുന്നേരം ചെറുവത്തൂരിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഹൈവേ മുറിച്ചു കടക്കാൻ സുരക്ഷിത സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം ശക്തിയാർജിക്കുന്നു. 15ാം ദിന സമരം മഞ്ചേശ്വരം ഇൻഫന്റ് ജീസസ് ചർച്ച് ഫാദർ എഡ്വിൻ പിന്റോ ഉദ്ഘാടനം ചെയ്തു.
ഹൈവേ മുറിച്ചു കടക്കുവാൻ സുരക്ഷിത സംവിധാനമില്ലാത്തതിനെ തുടർന്ന് മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ യാത്രക്കാർ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതിൽ നടപടി ആവശ്യപ്പെട്ട സമരസമിതി 15 ദിവസങ്ങളിലായി സമരരംഗത്താണ്. ഗുരുതരമായ വിഷയമായിരുന്നിട്ടും സംഭവത്തിൽ അധികൃതർ ഇടപെടാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. MLA-മാരും MP-മാരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ച് സമരത്തിന് പിന്തുണ നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് സമരസമിതി ആരോപിക്കുന്നു. 15ാം ദിന സമരം മഞ്ചേശ്വരം ഇൻഫന്റ് ജീസസ് ചർച്ച് ഫാദർ എഡ്വിൻ പിൻഡോ ഉദ്ഘാടനം ചെയ്തു. ಇದು ಮಾಡದಿದ್ದರೆ ನಮ್ಮ ತೆರಿಗೆ ಹಣ ವ್ಯರ್ಥ ಮತ್ತು ನಾವು ಪಟ್ಟ ಶ್ರಮ ವ್ಯರ್ಥ ಆಗ್ತದೆ. ಆದ್ದರಿಂದ ನಾವು ಸರ್ಕಾರಕ್ಕೆ ಪುನಃ ಹೇಳ್ತಾ ಇದ್ದೇವೆ, ಬಲು ಬೇಗನೆ ಇಲ್ಲಿ ಒಂದು ಅಂಡರ್ ಪಾಸ್ ನಿರ್ಮಾಣ ಆಗಬೇಕು ಮತ್ತು ಈ ಮಂಜೇಶ್ವರ ಜನತೆಯ ಈ ಗೋಳನ್ನು ಕೇಳಬೇಕು ಮತ್ತು ಅದಕ್ಕೆ ಸ್ಪಂದಿಸಬೇಕು ಮತ್ತು ನಮಗೆ ನ್ಯಾಯವನ್ನು ಕೊಡಬೇಕಂತ ಹೇಳಿ ನಾವು ಒತ್ತಾಯಪಡಿಸುತ್ತೇವೆ. SM ബഷീർ അധ്യക്ഷത വഹിച്ചു. ഡോൺ ബോസ്കോ പള്ളിയിലെ ഫാദർ ജോൺ, ഹോളി ക്രോസ് പള്ളിയിലെ ഫാദർ ജോളി ജേക്കബ്, രാഷ്ട്രീയ നേതാക്കളായ ഹരിശ്ചന്ദ്ര, ഇർഷാദ്, ഇക്ബാൽ കുഞ്ചത്തൂർ, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്തു. അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടാകാത്തതിനാൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം. അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തിവരികയാണെന്ന് സമരസമിതി അറിയിച്ചു. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വാട്ടർ ATM തുറന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാട്ടർ ATM സ്ഥാപിച്ചത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഇനി കുടിവെള്ളത്തിന് വലയേണ്ടി വരില്ല. ആശുപത്രി കോമ്പൗണ്ടിൽ വാട്ടർ ATM തുറന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാട്ടർ ATM സ്ഥാപിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കുടിവെള്ളക്ഷാമം രൂക്ഷമാവുന്ന പ്രദേശങ്ങളിൽ ആദ്യം നമ്മൾ സർക്കാർ ആശുപത്രികളിലാണ് ഇത് പ്ലാൻ ചെയ്തത്, വാട്ടർ ATM സ്ഥാപിക്കുമെന്നത്. അപ്പോൾ ജില്ലാ ആശുപത്രി, ജില്ലാ ഹോമിയോ, ജില്ലാ ആയുർവേദം, ഈ 3 സ്ഥലങ്ങളിലായിരുന്നു ആദ്യം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് മറ്റെവിടെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യാനുസരണം, കാരണം കുടിവെള്ളം നല്ല ലഭ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഇത് വാട്ടർ ATM സ്ഥാപിച്ചിട്ട് കാര്യമുള്ളൂ. ഏറ്റവും ശുദ്ധമായ വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. HMC അംഗങ്ങളായ ബംഗളം P. കുഞ്ഞികൃഷ്ണൻ, PP രാജു, K. മുഹമ്മദ് കുഞ്ഞി, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, രതീഷ് പുതിയപുരയിൽ, PP രാജൻ, സൂപ്രണ്ട് ഡോക്ടർ ജീജ MP, ഡോക്ടർ ഷഹർബാന, ദിനേശൻ പാവൂർ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റംസാൻ നാളിൽ കുമ്പള ടൗൺ ബദർ ജുമാ മസ്ജിദ് വിശ്വാസികളുടെ കേന്ദ്രമായി മാറുന്നു. പ്രഭാഷണ പരമ്പരകൾ ശ്രവിക്കാനും ഇഫ്താർ വിരുന്നിൽ പങ്കുചേരാനുമായി ഇതര മഹലുകളിൽ നിന്നടക്കം 100 കണക്കിന് വിശ്വാസികളാണ് നിത്യേന ഇവിടെ എത്തുന്നത്. വിശുദ്ധ റമദാൻ ഒരു ആത്മീയ വിപ്ലവമാണ്. ഓരോ മനുഷ്യനെയും പരിവർത്തിപ്പിക്കുന്ന ആത്മീയ അനുഭൂതിയുടെ മാസം. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുകയാണ് വിശ്വാസികൾ. ചുട്ടുപൊള്ളുന്ന വേനലിലാണ് കേരളത്തിൽ ഇത്തവണ ഇസ്ലാം മത വിശ്വാസികൾ റമദാൻ നോമ്പെടുക്കുന്നത്. മനസ്സും ശരീരവും ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ എത്ര വലിയ പ്രതികൂല കാലാവസ്ഥയായാലും വിശ്വാസിക്ക് അതൊരു പ്രശ്നമേ അല്ല. റമദാനിലെ അതിമഹത്തായ കർമ്മമാണ് ഖുർആൻ പാരായണം. ഓരോ റമദാനും സമാഗതമാകുന്നത് ഖുർആന്റെ വാർഷികമായാണ്. ഖുർആൻ അവതരിച്ച മാസമായതിനാൽ ഖുർആൻ പാരായണത്തിൽ മുഴുകുകയാണ് വിശ്വാസികൾ. കുമ്പള ടൗൺ ബദർ ജുമാ മസ്ജിദിൽ കഴിഞ്ഞ 10 വർഷത്തോളമായി ഖത്തീബ് ഉമർ ഹുദവി പൂളപ്പാടത്തിൻ്റെ റമദാൻ പ്രഭാഷണം കേൾക്കുവാൻ ഇതര മഹല്ലുകളിൽ നിന്നടക്കം 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. കുമ്പള ബദർ ജുമാ മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം 10-35 വർഷത്തിലേറെയായി ഇവിടെ നടന്നു വരുന്ന ളുഹർ നിസ്കാരത്തിന് ശേഷം നടന്നു വരുന്ന മതപ്രഭാഷണം, 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണത്തിന് അയൽ ജമാഅത്തുകളിൽ നിന്ന് പോലും ആളുകൾ വന്ന് ഇതിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇഫ്താർ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇഫ്താർ 100 കണക്കായ ആളുകൾ, 300-500 ആളുകളൊക്കെ ഓരോ ദിവസവും വന്നുകൊണ്ട് വളരെ സുഭിക്ഷമായ ഇഫ്താർ വിരുന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിലെ എല്ലാത്തരം ആളുകൾക്കും ഏറെ സന്തോഷം പകരുന്ന, മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം നേടാൻ കഴിയുന്ന ഒരു മാസമായി വിശ്വാസികൾ ആചരിച്ചു വരികയാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തെ.
പ്രഭാഷണം നടത്തുന്ന ഇത്തരം ആളുകൾക്ക് അവിടെ കൂടിയ ആളുകൾ പാരിതോഷികമായി ചെറിയൊരു തുക നൽകും. പാരസ്പര്യത്തെയും സൗഹാർദ്ദത്തെയും ശക്തിപ്പെടുത്തുവാനുള്ള മികച്ച ഉപാധികളാണ് ഇഫ്താറുകൾ. കഴിഞ്ഞ 20 വർഷത്തോളമായി ഇവിടെ ട്രെയിൻ യാത്രക്കാർക്കും മറ്റുമായി വിപുലമായ ഇഫ്താർ വിരുന്നാണ് നടന്നു വരുന്നത്. ഇഫ്താർ സംഗമത്തിനും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ധൻരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. LDF കൊളവേൽ ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാട്ടുമ്മലിൽ നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം M. രാജൻ ഉദ്ഘാടനം ചെയ്തു. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് LDF കൊളവേൽ ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഴുവൻ പേരോടും ആഹ്വാനം ചെയ്തു. മാട്ടുമലിൽ നടത്തിയ കൺവെൻഷൻ CPIM ജില്ലാ കമ്മിറ്റി അംഗം M. രാജൻ ഉദ്ഘാടനം ചെയ്തു. KC മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. ശിവജി വെള്ളിക്കോത്ത്, കാറ്റാടി കുമാരൻ, MV നാരായണൻ എന്നിവർ സംസാരിച്ചു. 250 അംഗ ജനറൽ കമ്മിറ്റിയും 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഭാരവാഹികളായി ചെയർമാനായി K. അബ്ദുറഹിമാൻ, വൈസ് ചെയർമാനായി CP ഇബ്രാഹിം, ജനറൽ കൺവീനറായി MV നാരായണൻ, കൺവീനർമാരായി PK കണ്ണൻ, കമലാക്ഷൻ കൊളവയൽ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. UDF പനത്തടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാണത്തൂരിൽ നടന്നു. കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. UDF പനത്തടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാണത്തൂരിൽ നടത്തി. കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. MB ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PV സുരേഷ്, കൂക്കൽ ബാലകൃഷ്ണൻ, മുസ്തഫ തായന്നൂർ, KJ ജെയിംസ്, ജോണി തോലമ്പുഴ, C. കൃഷ്ണൻ നായർ, PK നാസർ, S. മധുസൂദനൻ, AK ദിവാകരൻ, KN വിജയകുമാർ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി MB ഇബ്രാഹിം, ജനറൽ കൺവീനറായി KJ ജെയിംസ്, ട്രഷററായി മാത്യു സെബാസ്റ്റ്യൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം. ബേഡകം വലിയ വീട് കാമലോൻ തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശം 17 മുതൽ 22 വരെ നടക്കും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബേഡകം വലിയ വീട് കാമലോൺ തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശം 17 മുതൽ 22 വരെയും ഒറ്റത്തിറ ഉത്സവം 27 മുതൽ 29 വരെയായി വിവിധ പരിപാടികളോടെ നടക്കും. 17 രാവിലെ 10 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര വേലക്കുന്ന് മഹാശിവക്ഷേത്രം, അടുക്കത്ത് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നായി പുറപ്പെടും. വൈകിട്ട് 4 മണിക്ക് ആചാര്യ വരവേൽപ്പ്, 6 മുതൽ സമൂഹ പ്രാർത്ഥനയും ആചാര്യവരണവും നടക്കും. തന്ത്രി ഇരവിൽ IK കേശവന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 27 വൈകിട്ട് 5 മണിക്ക് കല്ലോട്ടുകല ഭഗവതി ക്ഷേത്ര കഴകത്തിൽ നിന്നും ഭണ്ഡാരം എഴുന്നള്ളത്തും കല്ലോട്ട് സ്ഥാനികന്മാർക്കുള്ള വരവേൽപ്പും നടക്കും. 28 രാവിലെ മുതൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. വൈകിട്ട് 7 മണി മുതൽ തമ്പുരാൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും വിഷ്ണുമൂർത്തിയുടെ തിടങ്ങലും പാടാർകുളങ്ങര ഭഗവതി, രക്തചാതൻ, കല്ലോട്ട് ഭഗവതി തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റങ്ങളും നടക്കും. 29 വൈകിട്ട് 6 മണിക്ക് കല്ലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരലും കാഴ്ച സമർപ്പണവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബേഡകം വലിയ വീട് കാമലോൻ തറവാട്ടിൽ ഈ വരുന്ന മാർച്ച് 17 മുതൽ 22 വരെയുള്ള സമയങ്ങളിൽ ബ്രഹ്മശ്രീ ഇരുവൽ IK കേശവതന്ത്രി അവരുടെ മഹനീയ കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശം നടക്കുവാൻ വേണ്ടി പോവുകയാണ്. ഒരു 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മാർച്ച് 27, 28, 29 എന്നീ തീയതികളിൽ ഒറ്റത്തിറ മഹോത്സവം നടക്കാൻ വേണ്ടി പോവുകയാണ്. VK കൃഷ്ണൻ നായർ, VK ചാത്തുകുട്ടി നായർ, VK വാമനൻ നായർ, VK ദാമോദരൻ നായർ, VK ജനാർദ്ദനൻ നായർ, VK കരുണാകരൻ നായർ, PV വിജയൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക്. തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ആവേശ കൊടുമുടി കയറും. സർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് മുടങ്ങി. മസ്റ്ററിംഗിൽ തടസ്സം നേരിട്ടത് ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ നടക്കാത്തതിനാൽ. വ്രതവിശുദ്ധിയുടെ നിറവിൽ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ പ്രാർത്ഥനാമുഖരിതമായി. പള്ളികളിലെത്തിയ വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവിക മാർഗത്തിൽ സമർപ്പിച്ച് ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകി. കാസർഗോഡ് ജില്ലയിൽ ആശങ്ക ഉയർത്തി മുണ്ടിവീക്കം പടരുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സംയുക്ത പരിശോധന നടത്തി ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും. പരിശോധന പെരിയ കേന്ദ്ര സർവകലാശാലയിൽ. കുമ്പള പോലീസ് സ്റ്റേഷനിൽ ജലവിതരണം തടസ്സപ്പെട്ടു. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനാകാതെ ദുരിതത്തിലായി പോലീസുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.